നമസ്കാരം. മാസപ്പടി കേസിൽ എന്താണ് ഇന്നൊരു വീഡിയോ ചെയ്യാത്തതെന്നതിന് ഒരു ചെറിയ കാരണമുണ്ട്. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് ഹൈക്കോടതിയല്ല ED വക ഒരു താൽക്കാലിക ആശ്വാസം അത് CMRL വഴി കറങ്ങിത്തിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആശ്വസിക്കാനുള്ള സമയം നമ്മളും കൊടുക്കണമല്ലോ. പിന്നെ മറ്റൊരു കാര്യം കൂടി, പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ കേസ് കടുപ്പിക്കാനാണ് EDയുടെ തീരുമാനം. എങ്ങനെ? CPM പ്രവർത്തകരെ കൂടാതെ സ്ഥലത്തുണ്ടായിരുന്ന ഗൂഢാലോചനയിൽ പ്രതികളാകേണ്ട മുതിർന്ന ഇടത് നേതാക്കളെയും കേസിൽ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതി സമീപിക്കുകയാണ്. ഇവരെ ഒഴിവാക്കിയാണ് കേരള പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. വളരെ വേഗത്തിൽ കുറ്റപത്രം നൽകാനാണ് കേരള പോലീസിൻ്റെ തീരുമാനം. അതുകൊണ്ട് അതിനേക്കാൾ വേഗത്തിൽ ED ആക്രമിച്ചതിന് ചുക്കാൻ പിടിച്ച നേതാക്കളെയും പൊക്കാൻ EDയും സമാന്തരമായി തന്നെ വലയും വീശി ഇറങ്ങിയിട്ടുണ്ട്. ഇനി വീണ വിജയൻ എന്ന് വിളിക്കുന്നതിലാണ് CPM അണികൾക്ക് അമർഷവും പ്രതിഷേധവുമൊക്കെ. വീണ T എന്ന് വേണമെങ്കിൽ വിളിച്ചോ. അല്ലാതെ HFIയിലോ DYFIയിലോ പോലും പ്രവർത്തിക്കാതെ ഏത് സ്വാശ്രയ കോളേജുകൾക്കെതിരെയാണോ SFI അടക്കം സമരം ചെയ്തത്, ആ സ്വാശ്രയ കോളേജിൽ തന്നെ പഠിച്ച് എക്സാലോജിക്കിട്ട് കോടികൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന T വീണ. മാസപ്പടി കേസിൽ വെള്ളിയാഴ്ച വരെ വീണയ്ക്ക് നോട്ടീസ് അയക്കലെന്ന് ED എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ അന്തിമ വിധി വന്ന ശേഷം മാത്രമേ വീണയ്ക്കെതിരെ തുടർ നടപടികൾ എടുക്കുകയുള്ളൂ എന്നാണ് EDയുടെ ഇപ്പോഴത്തെ ഒരു ഇടക്കാല തീരുമാനം. കാരണം വീണ ഇതിലൊരു പ്രതി മാത്രമാണ്. തങ്ങളെ വിളിച്ചു വരുത്തരുതേ എന്ന് കരഞ്ഞ് വിളിച്ചു നൽകിയ CMRLൻ്റെ ഹർജിയിലാണ് ഈ അന്തിമ തീരുമാനം വരിക. എന്നാൽ പണി കിട്ടുക ഈ വീണ T എന്ന വീണ വിജയന് തന്നെയാകും. നിലവറയായ തൻ്റെ ബാങ്ക് ലോക്കർ തുറക്കുമ്പോൾ മുഖ്യപ്രതിയായി ചിലപ്പോൾ മാറും. അത് വീണയോടുള്ള മൃദു സമീപനമാണ് ED എന്ന് കരുതിയാൽ തെറ്റി. CMRL കർത്തമാരെയും വീണയും ഒരുമിച്ച് മൊത്തത്തിൽ പൊക്കാനിരിക്കുകയാണ് ED. വീണ വിജയന് നോട്ടീസ് നൽകാനും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും EDക്ക് നിലവിൽ ഒരു നിയമ തടസ്സവുമില്ല. എങ്കിലും തിടുക്കം വേണ്ടെന്ന ധാരണയിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനി നൽകിയ ഹർജിയിൽ വെള്ളിയാഴ്ചയാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വരിക. അതുവരെ കാത്തിരിക്കാം. എന്തായാലും വേവുവോളം കാത്തു, ഇനി ആറുവോളം കാക്കാമെന്നാണ് EDയുടെ തീരുമാനം. മാസപ്പടി കേസിലെ ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ചില നിർണായക പരാമർശങ്ങൾ നടത്തി. അന്വേഷണം പൂർത്തിയാക്കുകയല്ലേ വേണ്ടത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം CMRLൻ്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചത്. നിരപരാധിത്വം വ്യക്തമാക്കാനാണ് CMRLന് ശ്രമമെങ്കിൽ രേഖകൾ നൽകാം. കുറ്റകൃത്യമല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും കോടതി അങ്ങോട്ട് ചോദിച്ചു. ലിസ്റ്റഡ് കമ്പനിയല്ലേ, എക്സാലോജിക്കായുള്ള രേഖകളല്ലേ ED ചോദിച്ചത്, ഒന്ന് കൊടുത്തൂടെ എന്ന് പറഞ്ഞുകൊണ്ടെന്നും കോടതി ചോദിക്കുന്നു. കേസിലെ വാദം നീട്ടിക്കൊണ്ട് പോകണ്ട എന്നും കോടതി പറയുന്നു. എന്തായാലും ED രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഒരു വണ്ടിയിൽ അവർ വീണ വിജയനെയും കർത്തമാരെയും തൂക്കിക്കൊണ്ടു പോകും. EDയെ ആക്രമിച്ച പ്രവർത്തകർ ഇവിടെ സബ് ജയിലിൽ കിടക്കുമ്പോൾ അതിന് ഒത്താശ നൽകിയ CPM മുതിർന്ന നേതാക്കന്മാരെ ED കൊണ്ടുപോകുക അങ്ങ് ഡൽഹിയിലേക്കാണ്.